everyone, welcome back to our channel Shuttu and Mama. Okay അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ അറിയോ? ഇന്ന് നമ്മൾ പിന്നെയും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഇന്നും നമ്മളൊരു നൈക്ക ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പഴയ സാധനങ്ങളൊക്കെ കുറച്ച് സ്വിച്ച് ചെയ്ത് കുറച്ച് പുതിയ സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പൊളിച്ചില്ലല്ലോ, ഈ പെട്ടി നമ്മൾ പൊളിച്ചിട്ടില്ല. വേറെ രണ്ട് സാധനങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി ഓപ്പൺ ആക്കിയതാണ്. അപ്പൊ ഞാൻ അത് രണ്ടെണ്ണം ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇത് ആണ് നമ്മുടെ ആദ്യത്തെ രണ്ട് പ്രോഡക്ട്സ്. ഇത് നമ്മുടെ ലോറിയൽ പാരീസിന്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഓൾറെഡി ആദ്യമേ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പറയുമ്പോ മോള് വർത്താനം പറഞ്ഞല്ലേ, അതിൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പോ ഞാൻ മുന്നേ ഇനി അമ്മ പറഞ്ഞിട്ട് ഷുട്ടു, ഇനി അമ്മ പറയാം എന്നിട്ട് ഷുട്ടു. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഡോവിന്റെ ഷാമ്പു ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മുന്നേ എന്റെ ഹെയർ കെയർ റുട്ടീനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ അബ്രോഡ് ഉള്ള സമയത്ത്. അപ്പൊ അവിടെ നിന്ന് ഇവിടേക്ക് വന്നപ്പോ നമുക്ക് എന്താ പറയാ, വെള്ളത്തിന്റെ ആണോ ക്ലൈമറ്റിന്റെ ആണോ എന്ന് അറിയില്ല, ഭയങ്കര ഒരു ഫ്രിസി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഹെയർ. ആ സമയത്താണ് ഞാൻ ഈ സംഭവം മാറ്റി ഞാൻ ഒന്ന് ഡവ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. ഡവിന്റെ മാസ്ക് അടിപൊളിയാണ്, ഷാംപൂ അടിപൊളിയാണ്, പക്ഷേ വലിയ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പൊ എനിക്ക് തോന്നി നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിന്റെയും സംഭവങ്ങളൊക്കെ കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെയും തിരിച്ച് ലോറിയലിലേക്ക് തന്നെ വന്നു. ലോറിയലിന്റെ ഹെയർ കെയർ സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ലോറിയലിന്റെ ഹെയർ കെയർ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് ഓപ്പൺ ആക്കില്ലേ, പക്ഷെ അവരുടെ സ്കിൻ കെയർ ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അത് ചിലപ്പോൾ എന്റെ സ്കിന്നിന്റെ പ്രശ്നമായിരിക്കും. എനിക്കൊന്നും വർക്ക് ആയിട്ടില്ല ലോറിയൽ പാരീസിന്റെ സ്കിൻ കെയർ. ഹെയർ കെയർ അടിപൊളിയാണ്, അതുപോലെ ലിപ്സ്റ്റിക് സൂപ്പറാണ്. അതുകൊണ്ട് ഞാൻ ഹെയർ കെയർ മാത്രമേ അവരുടെ ട്രൈ ചെയ്യാറുള്ളൂ. അപ്പൊ ഈ രണ്ട് സംഭവങ്ങളാണ് നമ്മൾ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി നമ്മുടെ മെയിൻ പെട്ടി അൺബോക്സിംഗിലാണ് പോകുന്നത്. ഇത് ഞാൻ ഓപ്പൺ ആക്കിയിട്ടേ ഇല്ല, ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തിട്ട് ഓപ്പൺ ആക്കാന്നുള്ളത്. അപ്പൊ ഇതിൽ എന്തൊക്കെയല്ലേന്ന് നമുക്ക് നോക്കാം. അയ്യോ ഷുട്ടു, ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ലല്ലോ, കീറാൻ പറ്റുന്നില്ല ഷുട്ടു. Open the box. Open the box. ഒരുപാട് സാധനങ്ങൾ. ഞാൻ എല്ലാം ആദ്യം ഒന്ന് എടുത്ത് പുറത്തിരട്ടെ കേട്ടോ. എന്നിട്ട് 1 2 3. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ച് ആദ്യം തുടങ്ങാന്ന് വെച്ചു. അപ്പൊ ആദ്യം നമ്മുടെ പ്രോഡക്റ്റ് അല്ല, സെക്കൻഡ് പ്രോഡക്റ്റ് ഇതാണ്. ഇത് ആക്ച്വലി ഷുട്ടുവിന്റെ ആണ്, ഇവളുടെ ബോഡി ലോഷൻ ആണ്. ഞാൻ ഇവൾക്ക് സെറ്റാഫിലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ മുന്നേ ഉള്ള പ്രോഡക്ട്സിലും അല്ല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം സെബാമേറ്റ് ട്രൈ ചെയ്തതാണ് ഇവള് ബർത്ത് ആയ സമയത്ത്. പക്ഷെ എനിക്ക് അവൾക്ക് അത്ര എന്താ പറയാ വർക്ക് ആയിട്ടില്ല, അവളുടെ സ്കിന്നിന് അതൊട്ടും സ്യൂട്ട് ആയിരുന്നില്ല. അതിനുശേഷം നമ്മൾ ഇത് സെറ്റാഫിലേക്ക് സ്വിച്ച് ചെയ്തു. ഇത് ഭയങ്കര നല്ലൊരു മോയ്സ്ചറൈസർ ആണ് ബേബീസിന്, എസ്പെഷ്യലി ഫോർ ബേബീസ്. ഭയങ്കര അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഭയങ്കരമായിട്ട് ന്യൂട്രീഷ്യസ് ആക്കിയിട്ട് വെക്കും ഇവരുടെ ആ ഒരു സ്കിൻ എന്ന് പറയുന്നത്. ഇതിന് 800 സംതിങ് റേഞ്ച് വരുന്നുണ്ട്. ആക്ച്വലി കുട്ടികളുടെ എല്ലാ പ്രോഡക്ട്സിനും റേറ്റ് ഭയങ്കര കൂടുതലാണെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടില്ല.
870 അങ്ങനെ എന്തോ ആണ് ഇതിന്റെ ഒരു പ്രൈസ്. ഇവരുടെ ഫുള്ളി ഓർഗാനിക് ആയിട്ടുള്ള നല്ല ലോഷൻ ഉണ്ട്, പക്ഷെ അതിന് 1000 സംതിങ് ആണ് റേറ്റ് വരുന്നത്. ഞാൻ ആദ്യമേ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്, അതുകൊണ്ട് ഇപ്പോഴും ഇത് തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ആൻഡ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് തരാം നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് ബൂസ്റ്റ് കൊളാജൻ ബൂസ്റ്റിന്റെ നൈറ്റ് ക്രീം ആണ്. അത് എന്റെ ഫുള്ളി തീർന്ന് കാലിയായിരിക്കായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് എനിക്ക് ഭയങ്കര വർക്കായിട്ടുള്ള സാധനം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല പ്ലം ചെയ്ത് വെക്കും. രാവിലെ ഒക്കെ നോക്കുമ്പോൾ ഇത് നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ്. ആൾക്ക് ചെറിയ കോൾഡും പനിയൊക്കെയാണ്, അതാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര വർക്കായിട്ടുള്ള ഒരു സാധനമാണ്. എന്താ പറയാ, എല്ലാ സ്കിൻ ടൈപ്പിലും പോകും കേട്ടോ. രാത്രിയിലത്തെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ്. എനിക്ക് എപ്പോഴും ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് നൈറ്റ് ക്രീം ഇടുന്ന ആളൊന്നും ആയിരുന്നില്ല, പക്ഷെ മുന്നേ എനിക്ക് ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇത് വാങ്ങിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ഇതാണ്. ഇതിൽ റെറ്റിനോൾ പ്ലസ് സെറാമൈഡ് നൈറ്റ് റിപ്പയർ ക്രീമാണ്. ഇവരുടെ സൈറ്റിൽ ഞാൻ നോക്കിയപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ആന്റി ഏജിങ് ക്രീം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ മേലെ അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല. ഫുള്ളി റിപ്പയർ നൈറ്റ് ക്രീം എന്നാണ് ഉള്ളത്. ബിസ്ക്കറ്റ്സ് ആൻഡ് പൊമഗ്രാനേറ്റ് ഓയിലൊക്കെ അടങ്ങിയിട്ടുള്ള ഇതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ വായിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ്. അപ്പോ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് കാണിച്ചാൽ ഇത് നമ്മുടെ സാൻഫിയുടെ. ഇതും ഞാൻ മുന്നേ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ നോ സ്ട്രിപ്സ് ആണ്, ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ്സ് റിമൂവൽ. ഇതെന്റെ ഫുള്ളി തീർന്നിരിക്കുകയായിരുന്നു. അമ്മത്തരാം. ഇതിൽ 6 യൂണിറ്റ്സ് വരുന്നുണ്ട്, 6 സ്ട്രിപ്പാണ് വരുന്നത്. ഇത് ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഇതിന്റെ വൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മുന്നേ. ഇത് പക്ഷെ ചാർക്കോളിന്റെ സാധനമാണ്, ഫുള്ളി ബ്ലാക്ക് വരുന്നത്. ഇതേ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇനിയിപ്പൊ എനിക്ക് യൂസ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. ഓ മൈ ഗോഡ് ആണോ. അപ്പൊ ഇത് അടിപൊളി പ്രോഡക്റ്റ് ആട്ടോ. എനിക്ക് ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ആ ടൂൾസ് വെച്ച് ചെയ്തത് എനിക്ക് അത്ര എഫക്റ്റ് ആയിട്ടില്ല, പക്ഷെ ഇത് ഭയങ്കര എഫക്ട്ഫുൾ ആണ്. പക്ഷെ കുറച്ച് വേദന ഉണ്ട്. അത് നമ്മളിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ കുറച്ച് പെയിൻ ഉണ്ട്. നമ്മൾ വാക്സ് ഒക്കെ ചെയ്യില്ല, അതുപോലത്തെ ഒരു പെയിൻ ആണ്. പക്ഷെ സാധനം അടിപൊളിയാണ്. എല്ലാം നന്നായിട്ട് പ്യൂരിഫൈ ചെയ്ത് നമ്മളെല്ലാ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇങ്ങ് പോരും. ഒരു 15 മിനിറ്റ്സ് അല്ല, ഒരു 10 to 5 മിനിറ്റ്സ് എന്തായാലും വെക്കണം, അത് നല്ലപോലെ ഒട്ടി വരാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ അടിപൊളി കേട്ടോ. അതാണ് നമ്മുടെ 1 2 3 4th പ്രോഡക്റ്റ്. അപ്പൊ ഇനി നമ്മളുടെ പുതിയ പ്രോഡക്ട്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോവാണ്. പൊന്നാമയ്ക്ക് പുതിയ പ്രോഡക്റ്റ് എന്താ അറിയോ? എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നല്ല, എന്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ സ്കിൻ കെയറിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന 2 സാധനങ്ങളാണ് നിയാസിനമൈഡും അതുപോലെ തന്നെ സാലിസിലിക് ആസിഡും. ഞാൻ മുന്നേ മിനിമലിസ്റ്റിന്റെ ആണ് സാധനം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോ എനിക്ക് കഴിഞ്ഞതിന്റെ മുന്നത്തെ എന്റെ അൺബോക്സിംഗിൽ എനിക്ക് ഒരു ഈ ഡോട്ട് ആൻഡ് കീയുടെ നിയാസിനമൈഡ് പ്ലസ് സിക്ക എന്ന് പറയുന്ന ഫേസ് സിറം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. ചെറിയൊരു 15 ml കുഞ്ഞൊരു കുപ്പി. അപ്പൊ ഞാൻ അത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര എഫക്റ്റ് ആയി. ആൻഡ് ഓൾസോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ഇവിടെ നിങ്ങൾ പിമ്പിൾസ് കണ്ടില്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ അമർന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ സാലിസിലിക് ആസിഡും അതുപോലെ തന്നെ നിയാസിനമൈഡ് യൂസ് ചെയ്യുന്നോണ്ടാണ്. പക്ഷെ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് എന്താ ഡിഫറൻസ് തോന്നിയെന്ന് വെച്ചാൽ ഫോർ ആക്നെ സ്കാർസ് ആൻഡ് ഡാർക്ക് സ്പോട്ട്സ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്താ ഡിഫറൻസ് തോന്നിയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ നമ്മുടെ ഈ അമർത്തിട്ടുണ്ടാകുന്ന സംഭവം കലയുണ്ടല്ലോ, അങ്ങനത്തെ ഡാർക്ക് കല ഇവർ പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് നന്നായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി. മീൻസ് ആ ഒരു ഡാർക്ക് കളർ ഭയങ്കരമായിട്ട് ഫെയ്ഡായിട്ട് പോകുന്ന പോലെ തോന്നി. എൻ്റെ ഭയങ്കര ആക്നെ പ്രോൺ സ്കിന്നാണ്, ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്.
അപ്പോ കൺട്രോൾ എക്സസ് ഓയിൽ, കാംസ് റെഡ്നെസ് ആൻഡ് ഇറിറ്റേഷൻ, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും എനിക്കില്ല. എന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ അത് കലയാവും, മുഖത്ത് ഫുൾ ഡാമേജ് ആക്കും അത് സംഭവം. ഡോണ്ട് മൈൻഡ്. അപ്പോ ഇതാണ് ഞാൻ സ്വിച്ച് ചെയ്തിട്ട് ഈ സംഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ അൺബോക്സിങ് വീഡിയോ എടുത്തത് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ സെയിം ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവരുടെ തന്നെ സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡിന്റെ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് പൊന്ന. ടാർഗറ്റ്സ് ആക്നെ ആൻഡ് ബ്ലാക്ക് ഹെഡ്സ് മുതലേ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതെടുക്ക്, ഇതമ്മ പറയട്ടെ, എന്നിട്ട് ഇതെടുത്തോ. ഇതമ്മ പറഞ്ഞു തരാം. ഈ സാലിസിലിക് ആസിഡ് ഇവരുടെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നിയാസിനമൈഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും സംഭവം എന്നുള്ളത് ആക്ച്വലി എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഡിഫറെന്റ് പ്രോഡക്ട്സ് ഫേസിൽ ട്രൈ ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഞാൻ രണ്ടും ഒരു കമ്പനിയുടെ തന്നെ ഉപയോഗിക്കാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ അതും സാലിസിലിക് ആസിഡ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇനി എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത് ഞാൻ എന്താ പറയാ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാൻ 1 2 3 4 5 6 പ്രോഡക്ട്സ് ഞാൻ ഇപ്രാവശ്യം നയിക്കുന്ന പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻ പ്രശ്നം എനിക്ക് എന്താ അറിയാം, എനിക്ക് ഇപ്രാവശ്യം ഒരു സാധനം അവർ ഫ്രീ തന്നില്ല. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. ഓഫറും ഒന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ഓൺ പ്രൈസിലൊക്കെ വെച്ചിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നിനും ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. ഓഫർ ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഫ്രീ കിട്ടാറുണ്ടായിരുന്നു. പക്ഷെ അതും പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട് എനിക്ക്. ഉറക്കം വരുന്നുണ്ടോ? അപ്പോൾ ഭയങ്കര കുഞ്ഞു വീഡിയോ കേട്ടോ. ഞാൻ എൻ്റെ ആ സാലിസിലിക് ആസിഡും നിയാസിനമൈഡും ഞാൻ മാറ്റിയത് കൊണ്ടാണ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഭയങ്കര കുഞ്ഞു വീഡിയോ ആണ്. ആരും ഭയങ്കരമായിട്ട് ജഡ്ജൊന്നും ചെയ്യരുത്. എനിക്ക് ചെറുതായി ഇങ്ങനെ ഓരോ കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യണം, വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവരും ഇനിയും വീഡിയോസ് കാണണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പറ അവള് ഭയങ്കര കളിയിലാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇനിയും ഇതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. പ്ലീസ്. അപ്പോൾ എല്ലാവരും ഇനിയും വീഡിയോ കാണുക. എന്തായാലും ഇനി അടുത്തൊരു അടിപൊളി കോണ്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ടാറ്റാ പറ. ബൈ. റിമോട്ട്. ലവ് യു ഗായ്സ്. ലവ് യു പറ. ഐ ലവ് യു. അപ്പൊ ഓക്കെ, എന്തായാലും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.